നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററായ സ്ക്വയേഴ്സുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് പേപ്പറാണ് നടന്നത്. അപ്പൊ ആ ടെസ്റ്റ് പേപ്പറിൽ ചോദിച്ച ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സെലക്ട് ദ സ്യൂട്ടബിൾ ആൻസർ, അല്ലെ? അനുയോജ്യമായ ഉത്തരം എന്ത് ചെയ്യുക? തെരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു. ചോദ്യം എങ്ങനെയാണ്? 13ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 10ന്റെ സ്ക്വയർ പ്ലസ് ഡാഷ് പ്ലസ് 3ന്റെ സ്ക്വയർ. ഓപ്ഷൻ എ 10 × 3 × 2, അല്ലേ? ഓപ്ഷൻ ബി 10 × 3 × 1. ഓപ്ഷൻ സി 13 × 3 × 2. ഓപ്ഷൻ ഡി 10 × 6 × 2. ഇപ്പൊ ആരും ഒന്നും എഴുതരുത്, ഇങ്ങോട്ട് നോക്കിയിരിക്കാം. ഞാൻ എഴുതാൻ പറയുമ്പോൾ മാത്രം എഴുതിയാവും. നമുക്ക് 13ന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 10 പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ. 10നോട് 3 കൂട്ടുമ്പോഴല്ലേ 13 കിട്ടുന്നത്. ഇത് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചു, പിന്നീട് ഒരു പാഠത്തിൽ പഠിക്കേണ്ടതാണ്, എങ്കിലും നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചു. നിങ്ങൾ എക്സും വൈയും വെച്ച് പഠിച്ചല്ലയോ? അതോ എയും ബിയും വെച്ചാണ് പഠിച്ചത്? എക്സും വൈ. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ ആരാണ് എക്സ്? 10. ആരാണ് വൈ? 3. പറഞ്ഞാട്ടെ. 10 സ്ക്വയർ പ്ലസ് 2 × 10 × 3 പ്ലസ് 3 സ്ക്വയർ. അപ്പൊ 10 സ്ക്വയർ അങ്ങനെ തന്നെ നിൽക്കട്ടെ. നമ്മുടെ ആൻസർ ആയില്ലോ. 10ന്റെ സ്ക്വയർ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്, 3ന്റെ സ്ക്വയറും ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കുള്ള ടൈം ഏതാ? 2 × 10 × 3. അങ്ങനെ ആൻസർ ഉണ്ടോ? ഉണ്ട്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ. ഇവിടെ കിടക്കുന്ന പോലെ എഴുതിയെടുക്കാം. ഇവിടെ കിട്ടി എങ്ങനെ ഉത്തരം എഴുതേണ്ടതെന്ന് എഴുതിയെടുത്താട്ടെ. ബോർഡിൽ കിടക്കുന്നത് പോലെ ഉത്തരം എഴുതിയെടുക്കാം. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 2ൽ പറയുന്നത്? 123 സ്ക്വയർ ഇസ് ഈക്വൽ ടു 15,129. അതായത് 123ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15,129. അങ്ങനാണെങ്കിൽ 12.3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണെന്ന്? ഓപ്ഷൻ എ 15,129, 15,129. ഓപ്ഷൻ ബി 15.129, അല്ലേ? ഓപ്ഷൻ സി 1.5129. ഓപ്ഷൻ ഡി 151.29. ഇതാണല്ലോ. നമ്മൾ നോക്കിയിരിക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരുടെയാണ്? 12.3യുടെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് 12.3യുടെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത്? വേണ്ട, 12.3 × 12.3. ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ സ്ക്വയർ കിട്ടുന്നത്. ഓക്കെ, 12.3യെ 12.3 കൊണ്ട് ഗുണിക്കണം. എങ്ങനെ ഗുണിക്കും? 6ലും 7ലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആദ്യം പോയിന്റ് ഇല്ലെന്ന് വിചാരിക്കുക. അപ്പൊ എത്ര വരും? 123 × 123. അതല്ലേ 123യുടെ സ്ക്വയർ എന്ന് പറയുന്നത്. 123 × 123 അല്ലേ 123യുടെ സ്ക്വയർ. അതെത്ര ആൻസർ? 15,129. പക്ഷെ പോയിന്റ് ഇല്ലെന്ന് വിചാരിച്ചല്ലേ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത്. ഈ നമ്പറിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര പ്ലേസ്? ഒരു പ്ലേസ്. ഇവിടെ എത്ര പ്ലേസ്? അപ്പൊ മൊത്തം എത്ര പ്ലേസ്? ഈ 2 പ്ലേസ് എവിടെ വരണം? ആൻസർ വരണം. എവിടെ നിന്ന് എങ്ങോട്ട് എണ്ണും? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എണ്ണും. 1, 2. എത്ര കിട്ടും?
151.2. ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് തന്നേക്കുന്നതിനകത്തിലുണ്ടോ? ഉണ്ട്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. കിട്ടിയോ? എഴുതിയാട്ടെ. ബോർഡിൽ കിടക്കുന്നത് പോലെ ആൻസർ എഴുതിയെടുക്കാം. ബോർഡിൽ കിടക്കുന്നത് പോലെ ആൻസർ എഴുതിയെടുക്കാം. പേനകത്ത് വെച്ച ബോർഡിലോട്ട് നോക്കിയിരുന്നേ. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പേഴ്സ് അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 and 1/2 square is equal to 2 square plus 2 plus dash. എല്ലാം ശ്രദ്ധിച്ചിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് പരീക്ഷയ്ക്ക് എന്ത് ചോദിക്കുന്നത്? ചോദ്യം. അപ്പൊ 2 and 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 plus 1/2 the whole square എന്നാണോ അർത്ഥം? നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടി. പിന്നെ ഒരു 1/2 മാർക്ക് കൂടെ കിട്ടുമ്പോഴാണ് എത്ര മാർക്ക് ആകുന്നത്? 2.5. 2 and a half ആകും. ഇത് കണ്ടിട്ട് വല്ല പരിചയമുണ്ടോ? ഇതല്ലേ നമ്മളിപ്പോ ഒന്നാമത്തെ കണക്കിൽ എഴുതി വെച്ചേ. x plus y the whole square is equal to x square plus 2xy plus y square. അപ്പോ ഇത് എക്സും ഇത് വൈയും ആണ്. പറഞ്ഞാട്ടെ. പറഞ്ഞോ. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോ 2 സ്ക്വയർ പ്ലസ് 2 into x 2 into y 1/2 പ്ലസ് y സ്ക്വയർ 1/2 സ്ക്വയർ ഈക്വൽ 2 സ്ക്വയർ പ്ലസ് ഈ രണ്ടും ഇതിലെ ഒരു രണ്ടും കൂടെ വെട്ടിപ്പോയി. പിന്നെ ആരുടെ ബാക്കി? ഈ ബ്രാക്കറ്റ് ഇനി ആരുടെ ബാക്കി? ഒരു 2ഉം 1ഉം 2 into 1 2 പ്ലസ് 1ന്റെ സ്ക്വയർ 1 2ന്റെ സ്ക്വയർ 4. ഇതിൽ ഈ 2 സ്ക്വയർ ക്വസ്റ്റ്യനകത്തിലുണ്ട്, 2 ക്വസ്റ്റ്യനകത്തിലുണ്ട്. അപ്പൊ ഇനി ആരാ വരാനുള്ളേ? 1/4. അപ്പൊ ഡാഷിന്റെ അവിടെ എന്തോ വരേണ്ടത്? 1/4. എഴുതിയാട്ടെ. നോക്കൂ, എന്താണ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ? എന്തോ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ 7 and 1/2 പേനകത്ത് വെച്ച് എല്ലാവരും ബോർഡിലേക്ക് നോക്കി പറഞ്ഞു. 7 and 1/2 സ്ക്വയർ അല്ലേ? ഈക്വൽ അവരെന്തൊക്കെ തന്നിട്ടുണ്ടല്ലോ. ഡാഷ് പ്ലസ് 1/4. ബോർഡിലേക്ക് നോക്കിയിരിക്കാം. ദേവനാരായണ ഇവിടെ. അപ്പൊ 7 and 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ പറഞ്ഞോ 7 plus 1/2 സ്ക്വയർ. ഇതിൽ 7 എന്ന് പറയുന്നത് എക്സും 1/2 എന്ന് പറയുന്നത് വൈയും ആണ്. അപ്പൊ പറഞ്ഞാട്ടെ. 7 സ്ക്വയർ പ്ലസ് 2 into 7 into 1/2 പ്ലസ് 1/2 സ്ക്വയർ ആണോ? അപ്പൊ ആദ്യത്തെ 7 സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? ഈ രണ്ടും കൂടെ വെട്ടിപ്പോയാൽ പിന്നെ എന്താ വരും? ബാക്കി 7 into 1 7 പ്ലസ് 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4. ഇതിൽ ആരാ ക്വസ്റ്റ്യനകത്തിലുള്ളത്? 1/4 ക്വസ്റ്റ്യനകത്തിലുണ്ട്. അപ്പൊ പിന്നെ ആരൊക്കെയാ വരേണ്ടത്? 7 സ്ക്വയറും 7ഉം ആണ് വരാനുള്ളത്. എഴുതിയാട്ടെ. Some numbers are given to calculate the square of a 2-digit number in a particular method. ഒരു പ്രത്യേക രീതിയിൽ ഒരു 2-digit നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഒരു കോളമൊക്കെയാണ് ഈ വരച്ചിട്ടേക്കുന്നത്. ഈ കോളത്തിൽ ചില നമ്പറുകളും ഉണ്ട്, ചില ലെറ്റേഴ്സും ഉണ്ട്. ഇനി എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ?
റൈറ്റ് ദ നമ്പേഴ്സ് ഡിനോട്ടിങ് എ ബി സി ഡി. ഈ എ, ഈ ബി, ഈ സി, ഈ ഡി ഇവിടെ വരുന്ന നമ്പറുകളെ എന്ത് ചെയ്യണം? എഴുതണം. നോക്കിക്കേ, ഈ കോളത്തിൽ അവർ 1600 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? സാധാരണഗതിയിൽ ഇത് എങ്ങനെയാ നമ്മൾ എഴുതുന്നത്? ഇവിടെ വരുന്ന രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ എഴുതുന്നത്. ഇവിടെ ഓൾറെഡി 40 ഉണ്ട്. അപ്പൊ ഇനി ഇവിടെ ആര് വരും? 40 വരും അല്ലേ? അപ്പൊ 40 × 40 അല്ലേ 1600 മാറുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ ആളിനെ എങ്ങനെ എഴുതുന്നത്? അല്ല, ഈ കോളം എങ്ങനെ എഴുതുന്നത്? ഈ കോളം എങ്ങനെ എഴുതുന്നത്? ഈ ബിയും കൂടെ ഗുണിച്ചല്ലേ ഇവിടെ എഴുതുന്നത്. അതായത് രണ്ട് നമ്പറുകൾ അല്ലെങ്കിൽ ഒരു നമ്പറിനെ അതുകൊണ്ട് തന്നെ ഗുണിച്ചപ്പോൾ ഇവിടെ 36 എന്ന് വന്നു. ഏതാ നമ്പർ? 6 × 6. അപ്പൊ ഇവിടെ 6, ഇവിടെ 6. അപ്പൊ എ ആയി, ബി ആയി. ഇനി സി യും ഡി കൂടെ കണ്ടുപിടിക്കാമല്ലോ. ഇതെങ്ങനെ എഴുതുന്നത്? 40 × 6. 6 4 24, 240 ആണോ? ഇവിടെ എങ്ങനെ എഴുതുന്നത്? 6 × 40. 6 4 24, 240. പറഞ്ഞോട്ടെ. അപ്പൊ എയുടെ വില എത്ര? എയുടെ വില 40. ബിയുടെ വില 6. സിയുടെ വില 240 ആണോ? ഡിയുടെ വില 240. ഇതല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? ദ സ്ക്വയർ ഓഫ് വിച്ച് നമ്പർ ഈസ് കാൽക്കുലേറ്റഡ്. ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്? 46. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ 46. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ? അതായത് 46ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? പറഞ്ഞാട്ടെ, ആ ടേബിൾ വെച്ച് പറഞ്ഞാൽ മതി. 1600 പ്ലസ് 240 പ്ലസ് 240 പ്ലസ് 36. ഇതെല്ലാം കൂട്ടിയാ പറയും. പറഞ്ഞാട്ടെ, എത്ര വരും? 1600ഉം 240ഉം 36 കൂടെ കൂട്ടി 6 4 4 8 3 11 1 ശിഷ്ട 1 6 2 8 8 2 10 1 11 1 ശിഷ്ട 1 1 1 2 2116 2116 എഴുതിയാട്ടെ.